എന്റെ കേശവ മാമ. അതിഥി വന്നോ? വന്നു. മൊത്തത്തിൽ അമ്മാവനൊരു വൃത്തി വെച്ചിരിക്കുന്നത്. ഹലോ, റിവ്യൂ ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇടപെടണ്ട. കമന്റ് മാത്രം മതി കേട്ടോ. റിവ്യൂ ഞാൻ പറയാം. പിന്നെ മോളെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. അല്ല കേശവ കൊച്ചച്ഛനെ മറന്നു പോയല്ലേ കുറെ നാളായിട്ട്? 10ാം വളവിൽ ഞാൻ കൊച്ചച്ഛനായിരുന്നു. എന്റെ കൊച്ചച്ഛനായിരുന്നു. ഇല്ല, ഞാൻ പറഞ്ഞു, വന്നപ്പോ തന്നെ പറഞ്ഞതാ. മാത്രമല്ല അവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരുന്നിട്ട് എന്നെ കൊണ്ട് ഇരുത്തി പാട്ട് പാടിക്കലായിരുന്നു മെയിൻ പരിപാടി. അതെ, എല്ലാ പാട്ടും മാക്സിമം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഈ ലുക്ക് ഇപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? ഒരു പ്രായം കൂടുന്നതായിട്ടോ കുറവായിട്ടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ഞാൻ എപ്പോ കാണുമ്പോഴും ഇതേ ലുക്ക, ഒരു മാറ്റമില്ല. ഇതേ നര, ഇവിടെ നിന്നൊന്നും കൂടുന്നതോ കുറയുന്നതോ അപ്പൊ അങ്ങനെ പാടുള്ളൂ. അല്ല, മേക്കപ്പ് മാൻ കൂടുതൽ നരയിട്ട് കൊടുക്കും, അവൻ മാറി എന്നിട്ട് തുടച്ചു കളയും. അതാണ് പരിപാടി. ഹലോ, നമുക്ക് തുടങ്ങാം അല്ലേ? തുടങ്ങാം. കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. അല്ലല്ല, കേശവ മാമൻ വന്ന പേർപ്പസ് ഞാൻ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറയാം. അതായത് ഇപ്പൊ നിങ്ങളിൽ ആരാണ് ആദ്യം മത്സരിക്കുന്നുള്ള ഒരു ചോദ്യമുണ്ടല്ലോ. ആ ചോദ്യത്തിനുള്ള ഉത്തരം നമ്മുടെ കേശവ മാമന്റെ പാട്ടിലൂടെയുള്ള 3 ചോദ്യങ്ങളിൽ നിന്നായിരിക്കും. കേശവ മാമൻ പാടുന്നു, ഞാൻ 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഉത്തരം പറയുന്നു. ആരാണ് കൂടുതൽ ഉത്തരം പറയുന്നത് അവർ ഇന്ന് ഇവിടെ പെർഫോം ചെയ്യും. ഓക്കെ അല്ലേ അതിഥി? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചലഞ്ച് ആണ്, വെറും ചലഞ്ച് അല്ല, ഒരു PSC പാരഡി സോങ് ചലഞ്ച്. സൂപ്പർ അല്ലേ? സൂപ്പർ. റെഡി അല്ലേ? നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. പള്ളിയിലെ കൊയറുപാടും, പിന്നെ ഹൗസ് ബോട്ടിൽ ട്രാക്കുപാടും, ഇവന്റുകളിൽ കളം പിടിക്കാൻ പ്രമദവനം പാടി. ഈണങ്ങൾ പാളുന്ന പോലെ തോന്നിപ്പിച്ചൗട്ടിൻ സാന്നിധ്യം ഏറെ കണ്ടു കൂക്കും പ്രാക്കും. നീളൻ താടി നീട്ടി പോകുന്നോനാരാണോ അംഗൻവാടി പോകും കുഞ്ഞിന്റെ അച്ഛൻ. യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു യുഗ സംക്രമ ഗീതയുണർത്തുമ്പോ പാടുന്ന സിംഗർ ജോണിയാ. അതിഥി എന്നെ ചിരിച്ചിട്ടേ കണ്ണിന്ന് വെള്ളം വന്നു. മാമ അടിപൊളി. ഓ, താങ്ക് യു. എന്റെ അഭിപ്രായത്തിൽ ഈ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ല, അതെ, ഒരു കാര്യം പറയാം. അത് നിങ്ങളല്ല പറയേണ്ടത്, ഇവരാ പറയേണ്ടത് കേട്ടാ. അതെ, ഇവരാണ് പറയേണ്ടത്. ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് നിങ്ങൾ പറയേണ്ടത്. ആ ചോദ്യങ്ങൾ ഒബ്വിയസ്ലി ഈ പാട്ടിൽ നിന്നാണ്. പാട്ട് കൃത്യമായിട്ട് കേട്ടോ രണ്ടുപേരും? ഞാൻ നന്നായിട്ട് പാട്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഉത്തരം നീ പറഞ്ഞോ, കുഴപ്പമില്ല. കിട്ടാത്തോണ്ട് അങ്ങനെയൊക്കെ പറയാം. അതെ, ചോദിക്കൂ. ശരി. ഒരു യുഗ സംക്രമ ഗീതമുണർത്തുമ്പോൾ പാടുന്ന സിംഗർ ആരാ? ജോണി. അടിപൊളി. അത് മാത്രം പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് 3-4 തവണ വന്നിട്ടുണ്ട് ആ പാട്ടിൽ. മിടുക്കൻ. പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു ഉത്തരവായിരുന്നു. എന്തുകൊണ്ട് പറഞ്ഞില്ല? കിട്ടാത്തോണ്ട് അല്ലല്ല, ഉറങ്ങാറുന്നു. അയ്യോ. ശരി, രണ്ടാമത്തെ ചോദ്യം. ഇവന്റിൽ കളം പിടിക്കാൻ പാടുന്ന പാട്ട് ഏതാണ്? പ്രമദവനം. അടിപൊളി, സൂപ്പർ. എല്ലാം സിമ്പിൾ ആണല്ലേ? ഞാൻ ഇവിടെ മിണ്ടാതെ വെറുതെ നിന്നില്ലേ, എന്നെ ഇളക്കിയിട്ടല്ലേ, അല്ലേ ഞാൻ മിണ്ടാതെ നിൽക്കുവായിരുന്നു. നേരത്തെ കിട്ടാത്തോണ്ടല്ല. അപ്പൊ 1-1. അപ്പൊ അടുത്ത ചോദ്യം ക്രൂഷ്യലാണ്. ആരാണ് ആദ്യം പറയുന്നത് കേൾക്കാം, നോക്കാം. ഈണങ്ങൾ പാളുന്ന പോലെ ഉണ്ടെങ്കിലും ഏതിന്റെ സാന്നിധ്യമാണ് കൂടുതൽ കണ്ടത്? കൈ കാണിച്ച കിട്ടണ്ടേ? ഈണങ്ങൾ പാളുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിലും ഏതിന്റെ സാന്നിധ്യമാണ് കൂടുതൽ കണ്ടത്? ആ വരി ഒന്നുകൂടി പാടിയിരുന്നെങ്കിൽ പറയായിരുന്നു.
തോറ്റോ? ക്ലൂ എന്തെങ്കിലുമൊക്കെ അത് പാടുന്നവർക്ക് വരുന്നൊരു സംഭവമാണ്. ശ്രുതി, ഞാൻ പറയട്ടെ, ആ രാഗം, പിച്ച് ഔട്ട്. കേശവമാമിന്റെ റിയൽ ഫാൻ പിന്നെ അതിഥിയാണ്. നമുക്കിപ്പോ 1-1 നിൽക്കുന്നത് കൊണ്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കണം. ഞാൻ അടിക്കും. അല്ല, ശരിക്കും പറഞ്ഞാലേ ഈ ജോണി ആരുടെ അച്ഛനാണ്? അംഗനവാടി പോകുന്ന ഏതോ കുട്ടിയുടെ. കറക്റ്റ് ആൻസർ. വെരി ഗുഡ്. ഞാൻ പേരാന്ന് വിചാരിച്ചോട്ടെ, ഇത് മോശം പേര്. പേരാ പാട്ടിലില്ല. ആ ഞാൻ ഈ പേര് കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിന്റെ അച്ഛൻ. അംഗനവാടി എന്ന് പറഞ്ഞ കുഞ്ഞിന്റെ അച്ഛൻ. ശരി. അതെ. അംഗനവാടി പോകും കൊച്ചിന്റെ അച്ഛൻ എന്ന് പറയും. അപ്പൊ ഇന്ദു ശരിയായി. അങ്ങനെ PSC പാരഡി സോങ് ചലഞ്ചിൽ വിജയിച്ചിരിക്കുന്നത് നമ്മുടെ എന്തുവാണ്. എന്തു is performing first. All the best. കേട്ടോ? ഷാർവി, ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഈ പാട്ടില്. ഇത് പ്രമദവനം വീണ്ടെന്നുള്ള പാട്ടില്ല. യദുകുല മധുരിമ തഴുകിയ മുരളിയിൽ ഒരു നവസംക്രമ ഗീതയുണർത്തുമ്പോൾ ഇന്നിതാ. അതെ, ആ പാട്ടിന്റെ ഒറിജിനൽ വരികള് വേറെ പാട്ട് കേട്ടു. വേറെ പാട്ട് സിങ്ക് ആണ് അതിന്. ആ